സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഭർത്താവൊക്കെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലോൺലിനെസ് ആണ്. ഏകാന്തത വല്ലാതെ പിടികൂടും അവരെ. കാര്യം ആദ്യത്തെ കുറച്ച് മാസം ഈ ഒരു 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 ലോകത്ത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക, ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ ചിന്തിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എപ്പോഴെങ്കിലും ലൈഫിൽ ഇങ്ങനെ ലോൺലി ആയിപ്പോയി തനിച്ചായി എന്ന് തോന്നിയ ഒരു ഏകാന്തതയിൽ പെട്ടിട്ടുണ്ടോ? ഒരു ശൂന്യത എന്തായാലും ഉണ്ടായിരുന്നു. ആ എന്താ വെച്ചാൽ അദ്ദേഹം ഇന്ന് ശനിയാഴ്ച വെളുപ്പിന് 2:30 മണിക്ക് താഴെ വീണ് തലയടിച്ചു. ഇന്റേണൽ ബ്ലീഡിംഗ് ആയിട്ട് തിങ്കളാഴ്ച വൈകുന്നേരം മരിക്കുകയുണ്ടായത്. പെട്ടെന്ന് അങ്ങോട്ട് ഡിസപ്പിയർ ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഡോക്ടർമാരും പറഞ്ഞു ഇങ്ങനെ കിടന്നു പോയിരുന്നെങ്കിൽ വെജിറ്റബിൾ ആയിട്ട് എത്ര കൊല്ലം വേണമെങ്കിൽ കിടക്കാമെന്ന്. അപ്പോൾ തോന്നി ഭാഗ്യം ചെയ്ത ആളാണ്, ഗുരുവായൂർ ഏകാദശിക്ക് എന്നെ ഭഗവാൻ കൊണ്ടുപോയല്ലോ എന്ന്. അപ്പോൾ മക്കളും അത് തന്നെ പറഞ്ഞു, ഭാഗ്യം ചെയ്ത ആളാണ് അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ശൂന്യത ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു അനുഗ്രഹം ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ എനിക്കൊന്നാമത് എഴുത്തുണ്ടായിരുന്നു, പിന്നെ എൻ്റെ മക്കൾ എൻ്റെ ഒപ്പം തന്നെയായിരുന്നു. അവർ വീക്കെൻഡ്സിൽ മാത്രമാണ് അവരുടെ ഫ്ലാറ്റിൽ പോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ മരിച്ചപ്പോൾ അവർ പിന്നെ അങ്ങനെ പോകാതായി. പിന്നെ അവരെൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു. ഇപ്പോഴും ഞങ്ങളെ പഴയ വീട് അങ്ങ് പൊളിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാൻ പാകത്തിൽ വലുതാക്കി പണിത്. അപ്പോൾ എല്ലാവരും 2 മക്കളും ഭാര്യമാരും അവിടെ അതേ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ ജനിച്ചതും പഠിച്ചതും വളർന്നതും ഇപ്പോൾ ജീവിക്കുന്നതും ഒക്കെ എറണാകുളത്താണ്. അപ്പോൾ എറണാകുളത്ത് ഇവിടെ ഇവർ പലരും പറഞ്ഞ പോലത്തെ ഉള്ള ഒരു അനുഭവം എൻ്റെ ഫ്രണ്ട്സിനോ വിധവകളായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനോ ആർക്കും ഉണ്ടായിട്ടില്ല.